അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. നമ്മുടെ കൊല്ലത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റോസ്മലയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ റോസ്മല രാജാത്തോട്ടം ആ ഒരു റൂട്ടിന്റെ എൻട്രി ആണിത് കേട്ടോ. കാടിന്റെ ഉള്ളിലോട്ട് കയറുന്തോറും ആ തണുപ്പും ഇരുട്ടും അതുപോലെ തന്നെ കോടയൊക്കെ കൂടി കുറച്ച് അധിക ദൂരം ചെല്ലുമ്പോഴേക്കും നമുക്ക് റോഡ് പോലും കാണാത്ത രീതിയിലുള്ള കോടയായിരുന്നു കേട്ടോ. കോടയും തണുപ്പും പിന്നെ റോഡിന്റെ നടുവിലൂടെ ചെറിയ അരുവികളൊക്കെ, അവരതിനെ ചപ്പാത്ത് എന്നാ പറയാറ്. അപ്പൊ ഒരു ഒന്ന് രണ്ടിടത്ത് ഈ ചപ്പാത്ത് ഉണ്ട്. അതായത് റോഡിന്റെ നടുവിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി അങ്ങനെ നമ്മളും ഒരു ചപ്പാത്ത് കണ്ടു. പിന്നെ അത്രയും വെള്ളം കണ്ട സ്ഥിതിക്ക് ഇറങ്ങാതെ വയ്യ. അവിടെ ഒരു ഫ്രീ ആയിട്ടൊരു ഫിഷ് സ്പായും കഴിഞ്ഞ് കുറച്ചു നേരം ആ വെള്ളത്തിലൊക്കെ നിന്ന്, നല്ല തണുത്ത വെള്ളം, വെള്ളത്തിലൊക്കെ നിന്ന് കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും അധിക ദൂരം ഒരു പോകാൻ ഹാഫ് ആൻ തുടങ്ങി. അവറിൽ കൂടുതൽ നമ്മൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ. ഇതുവഴി ഇപ്പൊ നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കവിടെ ജീപ്പ് സർവീസ് ഉണ്ട്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത്ര റിസ്ക് എടുത്ത് പോകുന്നതിലും രാവിലെയും വൈകിട്ടുമായിട്ട് ഇവിടെ KSRTC സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അല്ലാതെ വരാൻ ഓൺ വെഹിക്കിളിൽ വരാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KSRTCയിൽ വരാവുന്നതാണ്. ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കാടിനപ്പുറത്ത് ഒരു നാടുണ്ട്, കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞതിലാണ് ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയത്. ഇത്രയും കാടിനപ്പുറത്ത് കുറേ വീടുകളും. അവിടെ അന്വേഷിച്ചപ്പോൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസിയോ അവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്റർ താണ്ടി മാത്രമേ ഇവർക്ക് നാട്ടിലേക്ക് അല്ലെങ്കിൽ പുനലൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ എന്നാണ്. ശരിക്കും കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അതിന്റെ ടോപ്പിൽ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തി.